ഞാൻ ഉണ്ടാക്കാൻ പോണത് എൻ്റെ രീതിക്കുള്ള ചിക്കൻ ഗ്രേവിയാണ്. അതിന് മസാല പുരട്ടിയിട്ട് എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങളുമൊക്കെ അതുപോലെ വീട്ടിൽ ചെയ്യും. പറയാം: മുളക്, ജീരകം, പെരുംജീരകം, കരിവേപ്പിൻ്റെ ഇല, പട്ട, ലവംഗം, ഏലക്ക, കൊത്തമല്ലി, കുരുമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഉള്ളി, തക്കാളി ഈ പാത്രത്തിലിടുക. അതിന് വേണ്ടത് പുരട്ടി വെക്കാനുള്ളത് ഇപ്പം തയ്യാറാക്കുകയാണ്. ഇതിൽ 1.5 കിലോ ചിക്കൻ ഉണ്ട്. ഇതിൽ ഗരം മസാല പൊടി ഇത്തിരി ഇടുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക കുറച്ച്. പിന്നെ നമുക്ക് ഇതൊക്കെ ചേർത്തിട്ട് ഇടാം. മുളക് പൊടി, കപ്പല മുളക് പൊടി, 2 ടീസ്പൂൺ തൈര് ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത്തിരി വെളിച്ചെണ്ണ അതിൽ ഒഴിക്കുക. എന്നിട്ട് ഒന്നിച്ചങ്ങ് പുരട്ടി വയ്ക്കുക. ഇതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കരിവേപ്പിൻ്റെ ഇല ഇടുക. കരിവേപ്പിൻ്റെ ഇല ഇട്ടാൽ അതിൻ്റെ ഒരു മണം കിട്ടും, നല്ല മണം കിട്ടും. എന്നിട്ട് ഇത് അരമണിക്കൂർ ഊറണം. അങ്ങനെ ബാക്കി ഇത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ആ മസാല വറക്കാൻ പാത്രം എടുത്ത് വെക്കിയത്. ഇപ്പോൾ ആദ്യം പട്ട ലവംഗം ഇടുക. എന്നിട്ട് കരിവേപ്പിൻ്റെ ഇല, പെരുംജീരകം 1.5 സ്പൂണ്, ജീരകം 1 സ്പൂണ്. ഇത്ര മുളക് മതി. കാരണം നമ്മൾ ഇത്തിരി മുളക് പൊടി ഇട്ടിട്ട് ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തുറന്നു കഴിഞ്ഞു. ഇതിനെ എടുത്തിട്ട് ഞാൻ അരച്ചിട്ട് വരാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഉള്ളി അതിലിടുക. ഉള്ളി ഇട്ട് കഴിഞ്ഞിട്ട് ഉള്ളി നല്ലോണം തുറന്നതിന് ശേഷം തക്കാളി ഇടുക. ഇഞ്ചി പൂണ്ട് പേസ്റ്റ് ഇടുക. ആ പേസ്റ്റ് വതങ്ങിയതിന് ശേഷം തക്കാളി നുറുക്കിയിടുക. ഉള്ളി വതങ്ങിയതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയുള്ള പേസ്റ്റ് ഇടുക. വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞ ശേഷം നല്ലോണം വതങ്ങി. ഇപ്പം നമ്മൾ തക്കാളി ഇടാതിരിക്കും. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. ഇഞ്ചിയുടെ പച്ച വാസന പോയതും തക്കാളി ഇട്ടു. തക്കാളി ഇതുപോലെ പേസ്റ്റ് മാറ്റി വതങ്ങിയതിന് ശേഷം നമുക്കിനി പുരട്ടി വെച്ച ചിക്കൻ ഇടാം. അരമണിക്കൂർ മസാല ഇട്ടിട്ട് ഇളക്കി വെച്ചതാണത്. ഇതിനെ നമുക്ക് ഇതിലേക്കിടാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചിക്കനും മസാലയിലും കൂടി ആദ്യമേ കുറച്ച് ഉപ്പിട്ട് ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി കുറച്ചും കൂടി ഉപ്പിടുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടോളൂ.
വെള്ളം ഒഴിച്ച് അടച്ച് വെക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. കുറച്ച് നേരം അടച്ചു വെച്ച് തന്നെ അതിൽ വെള്ളം വരും. ആ വെള്ളത്തിൽ തന്നെ ചിക്കൻ വെന്തോളും. ചിക്കനിൽ വെള്ളം വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത്തിരി ഗ്രേവി വേണ്ടത് കൊണ്ട് കുറച്ച് ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി വിട്ടുകൊണ്ടിരിക്കണം. കാരണം മടിച്ചിരിക്കരുത്. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് മുക്കാലും വെന്ത് കഴിഞ്ഞു. ഇപ്പം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഇതിലിടാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇട്ട് കഴിഞ്ഞ് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. കുറച്ച് നേരം ആയിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഇറക്കി വെക്കാം. ഇത് നല്ല മണം വരുന്നുണ്ട്. നല്ലൊരു നാടൻ ഇറച്ചിക്കറിയുടെ മണം വരുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെക്കണ്ട. ഇതുപോലെ ഈ പാകത്തിന് മതി. അടച്ചു വെച്ച് പറഞ്ഞാൽ വെള്ളം കൂടുതലായിട്ട് പിന്നെ അത് വരും. ഈ വെള്ളമാണ് പാകം. അല്ല, ഇനി നിങ്ങൾക്കിത് വറ്റണം, പലർക്കും വറ്റണം, ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി വറ്റിക്കാം. ഇപ്പോൾ കരുവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിത് ഇറക്കി വയ്ക്കാം. നല്ലപോലെ ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചപ്പാത്തിക്ക്, പൂരിക്ക്, പൊറോട്ടയ്ക്ക്, നെയ്ച്ചോറിന് ഇതൊക്കെ വെച്ച് കഴിക്കാനും നന്നായിരിക്കും. ഇത് ഉണ്ടാക്കിയ ഈ ചിക്കൻ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യും. പിന്നെ നിങ്ങളും വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കി ഇതേ പാകത്തുള്ള എല്ലാ മസാലയും എടുത്ത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മളിതിന് അടച്ചു വയ്ക്കുക.